നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഇന്ദിരാമ്മ വല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി. ഇപ്പൊ തന്നെ ദേവമംഗലത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും ഒടുവിൽ അച്യുതനും രാജശ്രീയും സുകന്യൊക്കെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് അലോക് ഇങ്ങനെ അനുശ്രീയെ കാവലിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അലോകിന്റെ ഫോണിലേക്ക് അച്യുതന്റെ കോള് വരുന്നത്. അലോക് ഒന്ന് നോക്കി, എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞെന്താ, നീ ഒന്നിനും കൊള്ളാത്തവനെന്ന്. ഒന്നിനും കൊള്ളുമില്ല എന്നൊക്കെ ഞാൻ കാണിച്ചാൽ എല്ലാവരും ഞാൻ അതെ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ പോവാ, എൻ്റേതാകാൻ പോവാ ഇവള് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അലോകിന്റെ മനസ്സിൽ. അലോക് അനുശ്രീയെ നോക്കുകയാണ്. അനുശ്രീയുടെ ആണെങ്കിൽ കൈയും കാലും ഒക്കെ ബന്ധിച്ച് ഒരു കസാലിൽ ഇരുത്തിയേക്കുക. അതോടൊപ്പം തന്നെ ബോധം ഉണ്ടായിരുന്നില്ല. വായിലൊക്കെ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങാനും ഇനിയിപ്പം ഉണർന്നെഴുന്നേറ്റ് ഒച്ചപ്പാടും ബേളവും ഉണ്ടാക്കിയല്ലെന്ന് കരുതിയിട്ടാണ് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് ദേഹമംഗലത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ട ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവള് നമ്മളോട് ഈ ചതി ചെയ്യണ്ടായിരുന്നൊക്കെ പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അമ്മ എന്ത് വർത്താനാ പറയണേ? അനു ഒരിക്കലും നമ്മളെ ചതിക്കില്ല. അവൾക്ക് നമ്മളെ ചതിക്കാൻ പറ്റില്ല. കാരണം അവള് ആരുടെയും കൂടെ ഒരിക്കലും അങ്ങനെ ഇറങ്ങിപ്പോവില്ല. എനിക്ക് അവളെ നന്നായിട്ടറിയാം. അവളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. നമ്മളെയൊക്കെ വേദനിപ്പിച്ച് അവൾക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, എങ്കിൽ പിന്നെ അവളെ എങ്ങോട്ട് പോയതാ? നമ്മളെ ഒന്നും പറ്റിച്ചിട്ട് അവൾ പോകത്തില്ലെങ്കിൽ പിന്നെ അവൾ എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, അതാ എനിക്കും മനസ്സിലാവാത്തെ. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇനി അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? കോമതി പറഞ്ഞു, എനിക്കറിയില്ല എന്താന്ന്, എന്ത് സംഭവിച്ചെന്നും അറിയില്ല. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക. അപ്പുറത്ത് അലോക് ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ, അപ്പൊ അത് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. അലോക് ഇല്ലെങ്കിൽ നമുക്ക് ഊഹിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന്. ധൈര്യമായിട്ടിരിക്കുക, അമ്മ വിഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. പക്ഷെ അതൊന്നും കേട്ടിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല അവർക്ക്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, മുറിയിലൊന്ന് പോയി നോക്കാം അനുവിൻ്റെ. ചിലപ്പം മുറിയിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാലോ, അവൾ ചിലപ്പോൾ പോയ സമയത്ത് മുറിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് മിത്ര മുറിയിലേക്ക് പോയി. മുറി പോയി സെർച്ച് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സിലും. ആ സമയത്താണ് സുകന്യ കൃഷ്ണമംഗലത്ത് പോയിട്ട് വീട്ടിലേക്ക് വരുന്നത്. സുകന്യ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലിനും കോമതിയും ഒക്കെ പെട്ടെന്ന് തന്നെ സുകന്യയുടെ അടുത്തേക്ക് നിട്ടിച്ചു. എന്തായി, അലോക് അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അലോക് അവിടെ ഇല്ലാന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അവനവിടെ ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലെന്ന് ചോദിച്ചു. ആ സമയം സുകന്യ പറഞ്ഞു, അതിന് അലോക് ഈ പിന്നെ അനുവിന്റെ പോക്കുമായിട്ട് അലോകിന് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു. ബന്ധമില്ലെന്നോ? അതേന്നേ, അലോക് പോയിരിക്കുന്ന എറണാകുളത്തിന് അവന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടി പോയിരിക്കുക. അത് കേട്ടപ്പോൾ ബാലൻ ചോദിച്ചു, നിന്നോട് ഇതാരാ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് അച്യുതേട്ടനാന്ന് പറഞ്ഞു. അലോക് എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പം കല്യാണത്തിന് പോയെന്നാ പറഞ്ഞ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും മീനു പറഞ്ഞു, അല്ല അനുവിന് പിന്നെ എന്ത് സംഭവിച്ചായിരിക്കും? എല്ലാവർക്കും നല്ല ടെൻഷനാ. ഇനിയിപ്പോൾ എന്താ എങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. ഈ സമയം അലോക് അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അനു കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനു പതുക്കെ ഇങ്ങനെ കണ്ണു തുറന്നു ചുറ്റും നോക്കുകയാണ്. ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനുവിന് ഭയങ്കര പേടിയായിപ്പോയി. കാരണം വായൊക്കെ മൂടി കെട്ടി വെച്ചിരിക്കുമല്ലേ. ഈ സമയത്ത് അലോക് പറഞ്ഞു, നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നേ? നിന്നെ എന്നെ തേച്ചിട്ട് നീ അങ്ങ് സുഖമായിട്ട് പോയി ജീവിക്കുന്നു? ഒരിക്കലും ഇല്ലടി എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ വാ ഞാൻ മൂടി കെട്ടിയിട്ടുണ്ടെങ്കിലേ നീ എന്തൊരു ഒച്ചപ്പാടും ബേളമായിരുന്നു. അതുകൊണ്ടാടി വാ മൂടി കെട്ടിയത്. ഒരു പക്ഷേങ്കിൽ നിന്റെ വായുടെ ആ കെട്ടഴിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ വെറുതെ ഇരിക്കില്ലെന്നറിയാം, ഒച്ചപ്പാടും ബേളം ഉണ്ടാക്കില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അനു പറഞ്ഞു, എന്നെ അഴിച്ചുവിടാനൊക്കെ പറയണം, വായിലെ കെട്ടഴിക്കാനൊക്കെ പറഞ്ഞു. കെട്ടഴിക്കാൻ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബേളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടത്തില്ല, അറിയാലോ. ഒച്ചപ്പാടുണ്ടാക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കെട്ടഴിക്കാന്ന് പറഞ്ഞു. ഒടുവിൽ ഒച്ചപ്പാടുണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അലോക് വായുടെ കെട്ടഴിക്കുവാണ്. അപ്പോഴേക്കും അനു പറഞ്ഞു, എന്നെ അഴിച്ചുവിടാനൊക്കെ പറയണം, നിന്നെ അഴിച്ചു വിടണമല്ലേ ഞാൻ. നീ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു, നിന്നെ വിശ്വസിച്ച് പോന്നവളല്ലേ ഞാൻ, അപ്പൊ പിന്നെ എന്നോട് ഈ ചതി വേണമായിരുന്നു എന്ന് ചോദിച്ചു. എന്നെ വിശ്വസിക്കാനോ? നീയാ നല്ല കാര്യേ. അലോകെ, നീ പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നോ, അതുകൊണ്ടല്ലേ നിന്റെ അടുത്തേക്ക് ഞാൻ വന്നേന്ന് ചോദിച്ചു. എടി, മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ അങ്ങോട്ട് വിശ്വസിച്ചില്ലേ? എടി, നീ എൻ്റെ അടുത്തേക്ക് മാപ്പ് പറയാൻ വന്നതേ അവനോടൊപ്പം ആ ജീവനോടൊപ്പം പോയി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ അല്ലല്ലോ. അലോകെ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ കൃത്യസമയത്ത് എന്നില്ലെങ്കിൽ കല്യാണം മുടങ്ങും, എൻ്റെ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. മരിക്കട്ടെ അയാള് കെട്ടിത്തൂങ്ങി ചാവട്ടെ, അതാ വേണ്ടേന്ന് പറഞ്ഞു. അതാണ് സംഭവിക്കാൻ പോകുന്നത്.
നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലടി. അലോകാരാന്ന് അവരൊക്കെ അറിയാൻ പോകുന്നുള്ളൂ. അപ്പോഴേക്കും അവന് കെഞ്ചു വേണം, പ്ലീസ് അലോകെ എന്നെ വെറുതെ വിടാനൊക്കെ പറഞ്ഞു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. ഈ അലോക ആരാന്ന് എല്ലാരും ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അലോക അട്ടഹസിക്കുവാണ്. അനുവിനെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു സുകന്യ. ദൈവമേ, അലോക അവളെ കൊണ്ട് എന്ത് ചെയ്തെന്ന് അറിയത്തില്ല. പെട്ടുപോകില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. എന്താ ചെയ്യേണ്ടത് സുകന്യക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ട, ബാലേട്ടനെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. എവിടെ? ഞാൻ എവിടെ പോയി അന്വേഷിക്കണം അവളെ? എവിടെയാന്ന് വെച്ചാൽ അന്വേഷിക്കണേന്ന് ചോദിച്ചു. ഒരു കാര്യം ഉറപ്പാ, ആരുടെ കൂടെ പോയാലും അവൾ അലോകിന്റെ കൂടെ പോകത്തില്ല. അതെനിക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് വീണ്ടും സങ്കടമായി. ഗോമതിയുടെ അടുത്ത് കരയെ വേണം. ആനന്ദും ആജ്ഞയും കൂടെ പുറത്തു വന്നിരിക്കുവാണ്. ആ സമയത്താണ് ജീവന്റെ വീട്ടുകാരുടെ കോൾ വരുന്നത്. പെട്ടെന്ന് ആനന്ദ് ആജ്ഞയെ വിളിച്ച് അകത്തേക്ക് വന്നു. ഈ സമയത്ത് ബാലിന്റെ ഫോണിൽ ജീവന്റെ വീട്ടുകാരെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് ആനന്ദ് വന്നിട്ട് പറഞ്ഞു, അച്ഛ, എൻ്റെ ജീവൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. എന്ത് പറയണ്ടായെന്ന് അറിയത്തില്ലാത്തതും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. ബാലൻ പറഞ്ഞു, എൻ്റെ ഫോണിലേക്കും കുറെ സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കുന്നത്. ആര്യം പറഞ്ഞു, അച്ഛൻ കോൾ എടുക്കാതിരുന്നിട്ട് എന്ത് ചെയ്യാനാ? ബാലൻ പറഞ്ഞു, ഞാൻ കോൾ എടുക്കാം, പക്ഷെ 10:30 മണിക്കാ മുഹൂർത്തം. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തിക്കാൻ പറ്റുമോ മണ്ഡപത്തിൽ? അങ്ങനെയാണെങ്കിൽ കോൾ എടുത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ആർക്കും എന്ത് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഇനിയിപ്പം കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ അനുമോളെ കണ്ടെത്തുകയും ചെയ്യണമല്ലോ. അതേസമയം അനുമോള് കിടത്ത് കരയുവാണ്. അമ്മേ, എന്നെ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അല്ലോ പറഞ്ഞു, നിന്നെ ഏതമ്മ രക്ഷിക്കാൻ പരിപാടി, മിണ്ടാതിരിക്കടി അവിടെയെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും അനു പറഞ്ഞു, എന്നെ അഴിച്ചു വിടാലോകെ എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ അഴിച്ചു വിടണോ അല്ലേ? അഴിച്ചു വിടാനോ? ഈ ജന്മത്തിൽ അത് ഉണ്ടാകത്തില്ലടി. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നിന്നോട് എനിക്ക് പ്രേമമെന്നോ? ഒരിക്കലും ഇല്ലടി എന്ന് പറഞ്ഞു. നീ വിചാരിച്ചോണ്ടിരുന്നു ഭയങ്കര പ്രേമം കാരണമാണ് നിന്റെ പിന്നാലെ ഞാൻ വന്നതെന്ന്. ഒരിക്കലും ഇല്ല. അത് ദേവമംഗലക്കാരുടെ പ്രതികാരം ചെയ്യാനടി. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാടി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അനുവിനൊരു ഞെട്ടല ഉണ്ടായത്. നീ അതൊക്കെ വിശ്വസിച്ചു എന്നില്. പക്ഷെ നിനക്കിട്ടെ ഞാൻ ഒരു പണി തരണ്ടേ? എന്നെ അങ്ങ് തേച്ചിട്ട് നൈസായിട്ട് പോവാന്ന് നീ വിചാരിച്ചില്ലേ? ഒരിക്കലും നടക്കില്ലടി, ഈ ജന്മത്ത് നടക്കില്ല. ഇപ്പൊ നിനക്കൊരു പേടി കാണൂലേ? ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ കഴുത്തിൽ താലി ആർത്താനായിരിക്കുന്നു. അതേടി, അതിനു വേണ്ടി തന്നെയായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അവളുടെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. നീ ഞെട്ടുമൊന്നും വേണ്ടേ, നിന്നെ താലി കിട്ടി ദേവമംഗലക്കാരുടെ പ്രതികാരം ചെയ്യാനാ ഞാൻ ഒരുങ്ങിയിരുന്നേ. പക്ഷേങ്കിലേ നിനക്കൊരു കാഴ്ച കാണണമെന്ന് ചോദിച്ചു. പിന്നീട് അലോക തന്റെ പോക്കറ്റിനകത്ത് ഒരു താലി എടുത്ത് അങ്ങോട്ട് കാണിച്ചു. ഇങ്ങ് നോക്ക്, ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. പക്ഷെ ഇവിടെ വന്ന് കുറെ സമയം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത്, എന്തിനാ ഞാനത്തെ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? ദേവമംഗലംകാരുടെ പ്രതികാരം ചെയ്യാനായിട്ട് നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വേണ്ടി വലിയച്ഛൻ നല്ല ഒന്നാന്തരൻ്റെ ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കോടീശ്വരിയെ. പിന്നെ ഞാൻ എന്തിനാണ് ഈ പലചരക്കാരൻ്റെ മോളെ കിട്ടുന്നേ? അതിന്റെ ആവശ്യം എന്താ? അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു. നിന്നെ വെച്ച് എനിക്ക് ദേവമംഗലക്കാരുടെ പ്രതികാരം ചെയ്യണം. അപ്പോഴേക്കും അനു പറഞ്ഞു, അതെ, എന്നെ കാണാതെ ഇപ്പം എല്ലാവരും വിഷമിക്കുന്നുണ്ടായിരിക്കും. കല്യാണം മുടങ്ങിപ്പോയിട്ടാണെങ്കിൽ മുടങ്ങട്ടെ. കല്യാണം മുടങ്ങി കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന ജീവനും വീട്ടുകാരും നിന്റെ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്ന് കാര്യകാരണങ്ങൾ അന്വേഷിക്കും. ആ സമയത്ത് ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് പറയും, ഇന്നലെ ഒരു രാത്രിയിൽ നീ എന്നോടൊപ്പം ആയിരുന്നെന്ന്. ഒരു പരപുരുഷനോടൊപ്പം കഴിഞ്ഞൊരു പെണ്ണിനെ കെട്ടാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, എടാ നീയ മിണ്ടാതിരിക്കടേ അവിടെയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്ര കിടന്ന്, മിത്രയല്ല, അപ്പോഴേക്കും അനു കിടന്ന് അലറി വിളിച്ച് കരയാണ്, എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അലോക് അവളുടെ കർണത്തിനോട് ഒറ്റ അടിയായിരുന്നു. മിണ്ടാതിരുന്നവനോടെ ശബ്ദം പുറത്തു വന്നേക്കരുത്, പറഞ്ഞത് കേട്ടല്ലോ. ഇനി നിന്നെ ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ലടി. നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നാൽ തന്നെ ആൾക്കാരിത് കരുതിക്കോളും. അതുകൊണ്ട് ആർക്കും ഒരു സംശയവും തോന്നത്തില്ല. നിന്റെ കുടുംബത്തിന്റെ ഭാവി തന്നെ ഇല്ലാതായി, ഇതോടുകൂടി തീർന്നടി എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അട്ടഹസിക്കുവാണ്. അവന്റെ ചതി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ ഇത്രയും കാലം ഇവൻ തന്റെ പിന്നാലെ നടന്ന് സ്നേഹം നടിക്കുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു, ദുഷ്ടൻ. പക്ഷെ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് എന്താ ഒരു മാർഗം എന്നൊക്കെ അനു ഇങ്ങനെ ചിന്തിച്ചു. ആ സമയത്ത് അച്യുതന്റെ അടുത്തേക്ക് അനന്തൻ ചെന്നിട്ട് ചോദിച്ചു, അച്യുത, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അലോകിന് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ചോദിച്ചു. പങ്കോ? ഏട്ടൻ എന്താ പറയണേ? അവൻ എറണാകുളത്തൊരു കല്യാണത്തിന് പോയിരിക്കുക, പിന്നെ കമ്പനിയുടെ 1-2 ആവശ്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനന്തൻ പറഞ്ഞു, അച്യുത, നിനക്കറിയാലോ, ഒരു പക്ഷേങ്കിൽ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ വിധി ഉണ്ടാവില്ലെന്ന് കരുതുന്നവനാണ് ഞാൻ. കാരണം കല്യാണ മുഹൂർത്തത്തിൽ പെണ്ണിനെ കാണാതെ വന്നിപ്പം വിഷമിച്ചിട്ട് അച്ഛനാ ഞാൻ.
മിത്രയുടെ കഴുത്തിൽ ആരും താലി ആഴ്ത്തി കഴിഞ്ഞപ്പോൾ എത്രമാത്രം വേദന ഉണ്ടെന്നറിയോ? അന്നൊക്കെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ആർക്കും ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ പറയണേ, അലോകിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവനെ വിളിച്ച് കാര്യം പറ, അനുവിനെ അവിടെ കൊണ്ടുവിടാൻ പറ, ഈ കല്യാണം മുടങ്ങാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, എന്ത് പരിപാടി ഏട്ട പറയുന്നേ? ഞാൻ പറഞ്ഞല്ലോ അവൻ ഇതിനകത്ത് പങ്കില്ലെന്ന്. അല്ലെങ്കിലും ഏട്ടൻ എന്തിനാ ഇത്ര റിസ്ക് എടുക്കണേ? ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏട്ടന് തല കുനിച്ച് ഇന്നില്ല എല്ലാവരുടെ മുന്നിൽ. അല്ലെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച ആരാ? ദേവമംഗലത്ത് ബാലനല്ലേ. ആദ്യം നമ്മളെ പെങ്ങളെ കൊണ്ടുപോയി, പിന്നെ ആനന്ദേട്ടൻ്റെ മോളെ കൊണ്ടുപോയി. എല്ലാത്തിനും കാരണക്കാരാ ദേവമംഗലംകാരല്ലേ. അപ്പൊ പിന്നെ അവരെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അച്യുത, ഇത് കളിയല്ലത്, അറിയാലോ. നമ്മളായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഒരു പെങ്കൊച്ചിന്റെ കല്യാണം മുടങ്ങുന്ന പെങ്കൊച്ചിനെ കാണാതെ വരുമ്പോഴുള്ള വിഷമം അതിന്റെ അച്ഛനമ്മമാർക്ക് അറിയത്തുള്ളൂ. അതനുഭവിച്ചോനാ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, ഇതിനകത്ത് അലോകിനൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്യുതനും ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും അധിക സമയമൊന്നും ഈ പറയുന്ന അലോകിനെ അനുശ്രീയെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ആര്യനും ആനന്ദും ആകാശവും ഒക്കെ അന്വേഷിച്ചു വരും. അനുശ്രീയെ രക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും അധികം വൈകാതെ ആ വിശേഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.